PMCയിൽ ഒപ്പുവെച്ചത് എന്തിനാണ് അത് എനക്കറിയില്ല. വേളാപ്പള്ളി നടേശൻ അത്യന്തം മുസ്ലിം വിരുദ്ധത പറയുന്നതുണ്ടല്ലോ, എന്തിനാണ് അയാളെ കൂട്ടി നടക്കുന്നത്? അയാൾ മുസ്ലിം വിരുദ്ധത പറയുന്നൊന്നും എനക്കറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെ ആളുകളൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ കേരളത്തിൽ പോലീസ് നോട്ടീസ് അയക്കുന്നു കേസെടുത്തുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് അതും എനക്കറിയില്ല. എന്നാൽ പിണറായി വിജയൻ അറിയുന്ന ഒരു കാര്യം പറയാം, അത് പറയാനുള്ള പാശ്ചാത്യമുണ്ട്. ഇത്രയേ ഉള്ളൂ. അതായത് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഭയങ്കര അടിയായിരിക്കും എന്നാ പറയുന്നു. അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, UDF അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇവർ തമ്മിൽ അടി ഉണ്ടാവുന്ന വെച്ചാൽ അറിയില്ല, അടി ഉണ്ടാവുന്ന സാഹചര്യമില്ല. കാരണം വെച്ചാൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തെത്തും, ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും, UDF അംഗീകരിക്കും. പക്ഷെ ഒരു കാരണവശാലും ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റും, എന്ത് തന്നെ ഉണ്ടായാലും ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഭരണപരിഷ്കാരി എന്നുള്ളൊരു പദവി UDF കൊണ്ടുവരില്ല. എന്താ സാഹചര്യം തന്നെ പറയാം. 2015 നിയമസഭാ ഇലക്ഷൻ, അന്ന് പിണറായി വിജയന്റെ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന കാലം. ആ കാലത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുവൻ LDF ഉപയോഗിച്ച പോസ്റ്ററുകളിൽ VS അച്യുതാനന്ദന്റെ ഫോട്ടോ ആണ്. അത് VS അച്യുതാനന്ദന്റെ ഫോട്ടോ ഉപയോഗിച്ച് VS അച്യുതാനന്ദ സെന്റിമെന്റ് വെച്ച് VS അച്യുതാനന്ദന്റെ പോരാട്ട വീര്യം തേങ്ങാ കൊലയും പറഞ്ഞിട്ട് ഇലക്ഷൻ നേരിട്ട് അധികാരം കിട്ടി ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് VS അച്യുതാനന്ദനെ കറിവേപ്പല പോലെ എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കിയ സമയത്ത് VS അച്യുതാനന്ദൻ കലാപം തുടങ്ങി. അനക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു, അനക്ക് മുഖ്യമന്ത്രിയാണോ? പിണറായി വിജയൻ പറഞ്ഞാൽ അനക്ക് മുഖ്യമന്ത്രിയാണോ? രണ്ടാളും മുഖ്യമന്ത്രി ആവാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുന്നിൽ വന്ന കാര്യങ്ങൾ. പിണറായി വിജയൻ 80 വയസ്സായതുകൊണ്ട് ഓർമ്മക്കുറില്ലാത്ത പ്രശ്നമാണ്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ഓർമ്മയുള്ള സാഹചര്യം ഇവർ തമ്മിൽ ഭയങ്കര അടി. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, സ്റ്റേറ്റ് കമ്മിറ്റിയിലെ കലാപം അങ്ങനെ എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോ ഇടപെടുന്നു, കേന്ദ്രത്തിൽ പോകുന്നു, മുണ്ടെടുത്തിട്ട് കേന്ദ്രത്തിൽ പോയി കോട്ടിടുന്നു, ജാക്കറ്റ് ഇടുന്നു, തീരുമാനം പറയുന്നു, അങ്ങനെയാക്കുന്നു. അവസാനം VS അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടി VS അച്യുതാനന്ദനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു കസേര ഉണ്ടാക്കി തരാം. ആ കസേരക്ക് ക്യാബിനറ്റ് പദവിയുണ്ട്. ആ കസേരക്ക് ചുറ്റും കുറെ അധികം സെക്രട്ടറിമാരും PM-മാരും ഉണ്ടാവും. ക്യാബിനറ്റ് റാങ്ക് പദവിയുണ്ട്. സംസ്ഥാന മന്ത്രിമാരെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പദവിന്റെ പേര് ഭരണപരിഷ്കാര കമ്മീഷൻ.